മുഖ്യമന്ത്രി വി ഡി സതീശനെ മറക്കാനായി ചട്ടിയുമായി പോയിട്ടുള്ള എല്ലാ മാധ്യമങ്ങൾക്കും കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി കൊടുത്തു വിട്ടിരിക്കുകയാണ് വി ഡി സതീശൻ. എല്ലാ സംശയങ്ങളും തെളിവുകളൊക്കെ ആയിട്ടായിരുന്നു ചില മാധ്യമങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തെളിവുകളൊന്നും പുറത്തിറക്കണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യം മറുപടിയാണ് ഇന്നത്തെ ഒരു പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൊടുത്തിട്ടുള്ളത്. ശരിയാണ്. നമ്മളതിൻ്റെ പ്രഥമ ദൃഷ്ടിയ ഇപ്പോൾ ഈ വി ഡി സതീശനെതിരെയുള്ള ഇപ്പോൾ ആരോപണം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഉന്നയിച്ചത്, അതിൻ്റെ ചുരുക്കം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മയക്കുമരുന്ന് കടത്ത് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രി എന്ന ഒരർത്ഥത്തിൽ വരുന്നതായിരുന്നു അല്ലേ? അതിൻ്റെ ചുരുക്കം അത് തന്നെയാണല്ലോ. മുഖ്യമന്ത്രിക്ക് അറിയാം ഇയാളുമായിട്ട് ബന്ധമുണ്ട്, മയക്കുമരുന്ന് MDMA ആയിട്ട് അറസ്റ്റ് ചെയ്ത മുഹമ്മദ് ഹുസൈനുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇവരൊന്നിച്ചാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മയക്കുമരുന്ന് ഒരു രാസലഹരി കടത്തു വീരൻ അല്ലെങ്കിൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിലുള്ള ഒരു ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. അത് ആ രീതിയിൽ അദ്ദേഹം അത് ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവര് തെളിവുകളായിട്ടായിരുന്നു പോയത്. മുഖ്യമന്ത്രി അഥവാ ഇത് നിഷേധിക്കുകയാണ്, തനിക്ക് പൊതുവേ പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും തനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ അപ്പൊ അത് പ്രതീക്ഷിച്ചായിരുന്നു മാധ്യമങ്ങൾ പോയതും, തെളിവുകൾ ഉൾപ്പെടെ. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ദാ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അപ്പൊ ഇതെന്താണ് എന്ന് ചോദിക്കാനായിട്ടായിരുന്നു പോയത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന്. അതെ, അവിടെയാണ് പിന്നെ സതീശൻ്റെ ഒന്നുകിൽ സതീശൻ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു കാപ്പട്ടിക്കാരനായിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടു. അതിനകത്തൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇപ്പം എനിക്ക് എന്താണ് ഉറപ്പ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആതിരയ്ക്ക് ഈ ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനെങ്ങനെ അറിയും? നമ്മളൊന്നിച്ചിരുന്ന് അഭിമുഖം നടത്തുകയാണ്. ഇനി അതല്ല, ഇനി ആതിരയ്ക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഞാനിതിൻ്റെ വ്യാപാരം നടത്തുന്ന കക്ഷിയാണ്, ഉപയോഗിക്കുന്ന കക്ഷിയാണ്. ഇപ്പം മെനഞ്ഞാന്ന് നമ്മളൊരു റിപ്പോർട്ട് കണ്ടു. അത് പൂർണ്ണമായിട്ടത് ശരിയാണെന്ന് എനിക്ക് അതിൻ്റെ പൂർണ്ണ സംഗതി വെളിപ്പെട്ട് വന്നിട്ടില്ല. ഒരു എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽ വീണു. അതിൽ 2 ടെസ്റ്റിലും അതിൻ്റെ മെയിൻ പൈലറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സാധാരണ ഇവർക്ക് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതാണ്, ഈ ടെസ്റ്റൊക്കെ ഉള്ളതാണെങ്കിൽ പോലും ട്രെയിനിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന കോ പൈലറ്റിനോ ഒക്കെ അറിയാൻ കഴിയുമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു വസ്തുത ഇതിനകത്തുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു അടികൊണ്ട രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അവിടെ എല്ലാ വ്യക്തികളുമായിട്ടും ഏറ്റവും വലിയ സൗഹൃദ പരിചയമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഓരോ പ്രദേശത്തുള്ള നേതാക്കന്മാരുമായിട്ട് അങ്ങനെയൊക്കെയാണല്ലോ ഈ പ്രാദേശിക നേതൃത്വം ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കേരളത്തിലൊരു പൊതു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും 2 അടി കിട്ടിക്കഴിഞ്ഞാൽ നേതാവെന്നുള്ളതാണ്. അല്ല നേതാവിന് അത്ര നേതൃത്വ പദവിയോ നേതൃത്വ ഗുണമോ അങ്ങനെയൊന്നല്ല നോക്കുന്നത്, അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേതാവാകാമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു, വേറെ കാര്യം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഈ അടി കിട്ടിയ നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവിനൊരു പ്രാദേശിക നേതാവ് പരിചയപ്പെടുകയും പേര് വിളിച്ച് സംസാരിക്കുകയും അടികൊണ്ട വ്യക്തിയാണെന്ന് അറിയുകയും വീട്ടിൽ ചെല്ലുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ നേതാവ് തീർച്ചയായിട്ടും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും, കിട്ടുന്ന അവസരങ്ങളിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മൂപ്പരുടെ പ്രാദേശികമായിട്ടുള്ള സാന്നിധ്യവും അതുപോലെ തന്നെ സ്വാധീനമൊക്കെ ബലപ്പെടുത്തുക. പ്രതിപക്ഷ നേതാവ് പറയത്തില്ലേ, ഇന്നാർക്ക് ഒരു സിനിമയിൽ നമ്മുടെ കൊച്ചിൻ നിനിഫ ഒരു ഏത് സിനിമയെന്നതിൻ്റെ പേര് മറന്നുപോയി, ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ പ്രാദേശിക നേതാക്കൻ്റെയൊക്കെ ഈ വിശേഷം കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതിജീവനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സീറ്റ് കിട്ടുന്നത് പോലും ഒക്കെ അങ്ങനെയാണ്. നമ്മളിന്ന് കാണുന്ന പല വലിയ നേതാക്കന്മാരൊക്കെ അങ്ങനെ വന്ന കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന വ്യക്തിയാണ്, ഇദ്ദേഹത്തിൻ്റെ നേരിട്ട് അറിയാം, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഇന്നതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഫോട്ടോയും വരും. അപ്പോൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് CPM ഒരു മുഖ്യമന്ത്രി ഒരു മയക്കുമരുന്ന് കടത്ത് വീരനായി അതിൻ്റെ തലവനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് CPM ആലോചിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്, അംഗസംഖ്യ കുറവാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം അധികാരത്തിലിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇവരൊക്കെ. ഇവരൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമാണ്, നമ്മളതൊരിക്കലും നമ്മൾ മറക്കാനും പാടില്ലത്. തീർച്ചയായിട്ടും അവരൊരു സംഗതിയൊക്കെ ഉന്നയിക്കുമ്പോഴത്തേക്ക് വെറും
നിലവാരം താണ രീതിയിലേക്ക് പോകരുത്. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അഥവാ ഇദ്ദേഹം ഒരു മയക്കുമരുന്ന് കടത്ത് വീരൻ്റെ അല്ലെങ്കിൽ തലവനായിട്ട് മുഖ്യമന്ത്രി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭവമല്ലേ ഇത്? തെളിവ് വേണ്ടേ? വെറുതെ തെളിവല്ല, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി മയക്കുമരുന്ന് കടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ട് വലിയൊരു അന്താരാഷ്ട്ര വാർത്ത വരെയുണ്ട്. അഥവാ അങ്ങനെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതാണ്, അവർക്ക് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷം അധികാരത്തിരുന്ന പാർട്ടിയാണ്. ഇഷ്ടംപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ആ പോലീസ് സേനയിൽ കൂടുതൽ ആൾക്കാരും അവരുടെ ആൾക്കാരാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിശേഷിച്ചും അംഗസംഖ്യ കൂടിയിട്ടുണ്ടാവും. അതെ. അതിൻ്റെ അന്വേഷണം നടത്തുകയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും വളരെയധികം സംവിധാനമുള്ള ഒരു പാർട്ടിയല്ലേ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ജനകീയമായിട്ടുള്ള CPM ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ജനസേവനമായിരിക്കും. നമ്മുടെ കേരള മുഖ്യമന്ത്രി മയക്കുമരുന്ന് കടത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യല്ലേ വേണ്ടേ, ഒരു ഫോട്ടോ പോരല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയിലെ സ്വർണ്ണക്കള്ളക്കടത്തിനും മറ്റുള്ള ഈ ലൈഫ് മിഷൻ അഴിമതി കേസിൽ പണം വാങ്ങിയൊക്കെ ചെയ്ത് അല്ലേ. ആ സ്വർണ്ണക്കള്ളക്കടത്ത് വാസ്തവത്തിൽ അത് ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസും പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കാളിയായി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കേരള ജനത അത് ഏകദേശം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 2ാം തവണയും അദ്ദേഹം അധികാരത്തിൽ വന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്നുള്ളതും ലൈഫ് മിഷനിൽ കൈക്കൂലി കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ടെന്നുള്ളതും CPMൻ്റെ ചാനലിൻ്റെ അന്ന് നേതൃത്വം നൽകിയിരുന്ന ജോൺ ബ്രിട്ടാസ് തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യമാണ് ചാനലിലൂടെ. ഡോക്ടർ തോമസ് ഐസക് അത് ശരിവെക്കുകയും ചെയ്തത്. എനിക്കറിയാം, ഈ കൈക്കൂലി കോഴ കൊടുത്തതൊക്കെ അറിയാമെന്ന് പറയുകയും ചെയ്ത സംഗതിയാണ്. അതിനകത്ത് 1-2 എത്ര ലക്ഷം രൂപ, എനിക്ക് 2 ലക്ഷമാണെന്ന് തോന്നുന്നു, സ്വപ്നയുടെ ഈ മറ്റേ ലോക്കറിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ പശ്ചാത്തലത്തിലുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അപ്പം CPM ഇത് കാണുന്നത്? അതേപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എത്രയെത്ര പ്രാദേശിക ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി നേതാക്കന്മാരാണ് ഈ മയക്കുമരുന്ന് കേസിൽ പിടിയിലായത്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് കേരളത്തിലെ ഈ മയക്കുമരുന്ന് വിപണി ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയായി മാറിയത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാനിലൂടെ പിടിക്കപ്പെട്ട ഇപ്പോഴത്തെ ഈ മുഹമ്മദ് ഹുസൈനും അദ്ദേഹത്തിൻ്റെ കൂടെ പിടിക്കപ്പെട്ടവരും എല്ലാവരും തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ തഴച്ച് സുഗമമായി വളർന്ന ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രതിനിധികളാണ്. അപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ അറിഞ്ഞില്ലേ, പിണറായി വിജയൻ വളർത്തിയ മണ്ണിലാണ് അവർ വളർന്നത്? അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യം അവിടെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ, കാര്യം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത പോകാതിരിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. കാര്യം നാളെ ഒരു വിഷയം വരുന്ന സമയത്ത് ജെനുവിനായിട്ട് പ്രതിപക്ഷം ഒരു വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ അത് ഭരണപക്ഷം കേൾക്കണം, ഭരണപക്ഷം അതിനോട് പ്രതികരിക്കണം, ക്രിയാത്മകമായി പ്രതികരിക്കണം. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ വിശ്വാസ്യതയില്ലാത്തൊരു പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിൽ ആ പ്രതിപക്ഷത്തിന് ദൗത്യം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ആരോപണം ഉന്നയിച്ചത് ഉത്തരവാദിത്വത്തോടുകൂടി ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. വെറും ഒരു പടത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതറിയാൻ വയ്യാത്ത നേതാക്കന്മാരാണോ ഈ CPMലുള്ള ഇത്രയും വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള, അതേപോലെ ഇത്രയും പരിചയസമ്പത്തുള്ള, ഭരണപരിചയവും രാഷ്ട്രീയ നേതൃത്വപരമായ പരിചയവും ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ഇത് അറിയാൻ വയ്യാത്തല്ലോ. അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വളരെ വലുതാണ്. കാര്യം എൻ്റെ മുഖ്യമന്ത്രി ഒരു മയക്കുമരുന്ന് കടത്ത് സംഘത്തിൻ്റെ തലവനാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം എത്ര വലുതാണ് അല്ലേ. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇപ്പോൾ CPMൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം ശരിയോ തെറ്റോ, ഒരു ഫോട്ടോ കാണിച്ചിട്ട് കാര്യമായിട്ടില്ല. ഒരു കുറേ ആരോപണം പറഞ്ഞില്ലേ. പിന്നെ രണ്ടാമതായി മെറ്റയുടെ കാര്യം അല്ല, അത് വേറെ വിഷയം. അതൊക്കെ മാറ്റിവെക്കാം, അതൊക്കെ നിസ്സാര സംഭവമാണ്. എൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ എൻ്റെ മുഖ്യമന്ത്രി, ഞാൻ ഒരു മലയാളിയാണ്, എൻ്റെ മുഖ്യമന്ത്രി ഒരു മയക്കുമരുന്ന് കടത്ത് സംഘത്തിൻ്റെ തലവനാണെന്നുണ്ടെങ്കിൽ അതിൽ പരം അപമാനവും അതിൽ പരം ഒരു ഭീകരമായ അവസ്ഥയുണ്ട്. കാര്യം ഒരു മയക്കുമരുന്ന് കടത്ത് വീരനായിട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെയുള്ള ഒരു അവകാശം എന്താണ്? പക്ഷേ അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതാ പറഞ്ഞത്, അതുകൊണ്ട് പ്രതിപക്ഷമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ
അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ ഇങ്ങനെ പടം കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം ഇയാൾ പിടിക്കപ്പെട്ടല്ലോ, കോൺഗ്രസ്സുകാരനാണെങ്കിലും അറസ്റ്റിലാക്കപ്പെട്ടു, അയാളെ വെറുതെ വിട്ടില്ല അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവിടെയൊക്കെ പ്രതിപക്ഷം കുറേയും കൂടെ ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ സമയം പോലും വെറുതെ മറ്റെത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നു, ക്രിയാത്മകമായ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഇത് ജനങ്ങളുടെ സമയവും കളയുന്നു, ഈ ജനായത്ത സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകുന്നു, മുതിർന്ന നേതാക്കളുള്ള വിശ്വാസം പോകുന്നു. ഇതൊക്കെ കുട്ടികളും കണ്ടു പഠിക്കുകയല്ലേ. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ സമയമാണെങ്കിൽ പോലും ഈ അതെ, വാർത്താ സമ്മേളനം തീർച്ചയായിട്ടും ഉം. മുഖ്യമന്ത്രിയുടെ സമയം പോകുന്നു. ഉം. അപ്പം ഇങ്ങനെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഈ നേതാക്കന്മാരിലുള്ള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുട്ടികൾക്കുള്ള വിശ്വാസം, ഈ വളർന്നു വരുന്ന കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരിങ്ങനെയാണോ രാഷ്ട്രീയം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ജനായത്ത സംവിധാനം അവർ മുഖം തിരിക്കും. ഇങ്ങനെയാണ് അരാജകത്വം വളരുകയും അയോഗ്യരായ വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഉം. മനസ്സിലായില്ലേ? അപ്പോൾ വലിയ അപകടമാണ്, സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമൂഹികപരമായിട്ടും വലിയ അപകടകരമാണ് ഇത്തരത്തിലുള്ള ഈ ചിന്തയില്ലാത്ത രീതിയിൽ, ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം എന്താണ് ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ചോദിക്കാം. മുഖ്യമന്ത്രിയുടെ ഉള്ള ഫോട്ടോ ഉണ്ട്, ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഉം. ഇതെല്ലാവർക്കും സംഭവിക്കുന്ന വിഷയമല്ലേ. അല്ല, ഇത് പ്രസ്താവിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. ഈ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ഈ പോസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഉറപ്പിച്ചു മുഖ്യമന്ത്രിക്ക് അപ്പം ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി, നമ്മൾ പറയും പ്രതിപക്ഷ നേതാവ് ഇതിനെപ്പറ്റി സംസാരിച്ചത് റിമൂവ് ചെയ്തു. ഇതൊക്കെ മെറ്റയിലൂടെ ചെയ്തിട്ടുള്ളത് വി.ഡി. സതീശനായിരുന്നു. അവിടെ നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും പ്രസ്താവന നടത്തുമ്പോഴും ജനം ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നേതാക്കന്മാർക്ക് ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.